സങ്കീർത്തനം 144 1-2 വാക്യം എടുക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. 144 ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പലരുടെ മക്കൾ പല ഭാരത്തിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും. അഡ്മിഷൻ്റെ കാര്യത്തിൽ, ഫീസിൻ്റെ കാര്യത്തിൽ, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. മക്കളെ പഠിക്കാൻ നേരത്ത് കയ്യിൽ കാശില്ലാതെ വരിക, നമ്മുടെ കയ്യിലുള്ള കാശ് വല്ലവർക്കും കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം കൈ കാശില്ലാതിരിക്കുക, അതൊക്കെ വലിയ സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷെ അവർക്കെല്ലാം ഒരു ഉത്തരം തരുന്ന ദിവസം ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമ്മളെ 144 ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. അത്ര എടുക്കാം. അതിനകത്ത് ഉത്തരമുണ്ട്. ആരെയാൻ വിളിക്കുന്നത്? പാറ. എൻ്റെ പാറയ്ക്ക് മാറ്റമില്ല. ആ പിളർന്ന പാറയ്ക്കകത്ത് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും പാറയ്ക്കകത്താണ്. എനിക്ക് ദാഹിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം തരും. എന്നെ ശത്രു ഉപദ്രവിക്കാൻ വരുമ്പോൾ എന്നെ പാറയ്ക്കകത്ത് സൂക്ഷിക്കും. കൊടുങ്കാറ്റ് വരുമ്പോൾ പാറയ്ക്കകത്ത്, എനിക്ക് വലിയ ചൂട് വരുമ്പോൾ ഈ പാറയ്ക്കകത്ത് ഞാൻ തണൽ അനുഭവിക്കും. എന്തെങ്കിലും ശത്രുക്കൾ മൃഗങ്ങൾ കൊല്ലാൻ വരും, നമ്മൾ ഈ പാറയ്ക്കകത്ത് ആശ്രയം പറയും. എന്താണ് ഈ പാറയ്ക്ക് ചെയ്യാൻ വയ്യാത്തത്? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വലിയ പാറകൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഞങ്ങളുടെ ചെങ്ങന്നൂർ സ്ഥലത്ത് പാണ്ഡവൻ പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കൊച്ചിലെ പോയി കണ്ടിട്ടുണ്ട്. ആ പാറ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ ഗുഹയാണ്. വലിയൊരു മുറിയുടെ വലിപ്പം. അവർ പറയുന്നു പാണ്ഡവന്മാരൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന്. ആർക്കറിയാം? എനിക്കറിഞ്ഞുകൂടാ. ചെറുപ്പത്തിലെ കൊച്ചിലെ പോയി കണ്ടപ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ്. പക്ഷേ ആ പാറയെക്കുറിച്ചുള്ള ഗുണം ഞാൻ പഠിച്ചു. ആ പാറയ്ക്കകത്ത് എപ്പോഴും നല്ല തണലാണ്. അതിന്നും അവിടെ പാറയായിട്ട് നിൽപ്പുണ്ട്. അത് മാറ്റമില്ലാത്ത പാറയാണ്. ആ സ്ഥലം അറിയുന്നത് പാണ്ഡവൻ പാറ എന്ന. അങ്ങനെ പാറകളെ കാണണമെങ്കിൽ പാറ യഥാർത്ഥത്തിലുള്ള സ്ഥലത്ത് ചെന്ന് അതിനകത്തെ ഗുഹയ്ക്കകത്ത് കയറുമ്പോഴുള്ള സെക്യൂരിറ്റി ചെറുതൊന്നുമല്ല. അതിലൊരു സന്തോഷമുണ്ട്, അതിലൊരു ബലമുണ്ട് നമുക്ക്. അതാണ് നമ്മൾ ക്രിസ്തുവിനെ പാറയോടാണ് സദൃശ്യപ്പെടുന്നത്. ചഞ്ചലിക്കുന്ന ദൈവമല്ല, മാറ്റമില്ലാത്ത ദൈവം, എന്നേക്കും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ദൈവം. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്ന്. അതാണ് എൻ്റെ പാറയാകുന്ന ക്രിസ്തു. എൻ്റെ മക്കളെക്കുറിച്ച് എന്നെ കാട്ടി കരുതുന്ന ദൈവമല്ലേ? എൻ്റെ ഭർത്താവിനെക്കുറിച്ച് കരുതുന്ന ദൈവമല്ലേ? എന്നെക്കുറിച്ച് ദൈവം അവൻ കരുതുന്നുണ്ടേ എന്ന് നമ്മൾ 1000 വട്ടം നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് വല്ലവരോടും പഠിപ്പിക്കേണ്ട സുദൂതല്ല, അവനവനെ പഠിപ്പിക്കുക. ഏറ്റവും മറവി നമുക്കാണ്. നമ്മൾ ഈ സുവിശേഷമൊക്കെ വിളിച്ചു പറയും. അടുത്ത നിമിഷത്തിൽ ഒരു കഷ്ടം വരട്ടെ, ഈ പറഞ്ഞ സുവിശേഷം എല്ലാം മറന്നു പോകും. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കഴിവ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അന്നുള്ള മന്ന കഴിക്കണം. അന്നുള്ള മന്ന. ഇന്നലത്തെ മറന്ന്, ഇന്നലെ ഞാൻ എന്നാ പറഞ്ഞത് എന്നോട് ചോദിച്ചാലും ചിലപ്പം പറയത്തില്ല. കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ. എല്ലാ ദിവസവും പറയുമ്പോൾ ഇന്നലെ എന്താ പറഞ്ഞത് നമ്മൾ ഓർക്കണമെന്നില്ല. പക്ഷേ എല്ലാ ദിവസവും പുതിയ മന്ന കിട്ടുമെങ്കിൽ അന്നേക്കുള്ള മന്ന എനിക്ക് ദൈവം. ഇന്നുള്ള മന്ന ഇതാണ്. യഹോവ പറയുകയാണ്. എന്താ നിന്നോട് പറയുന്നത്? എൻ്റെ പാറയാവുന്ന യഹോവ വാഴ്ത്തപ്പെട്ടു. പാറയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എത്രയോ ഭാഗത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാറയെക്കുറിച്ച് അങ്ങേയറ്റം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇത് എൻ്റെ ജീവിതത്തിന് പലപ്പോഴും എനിക്ക് ആവശ്യമുള്ളതും പ്രയോജനപ്പെട്ടതുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ 144 സങ്കീർത്തനം ഞാൻ എൻ്റെ മകൻ്റെ അഡ്മിഷൻ്റെ കാലത്ത്, അവൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന, എൻ്റെ മോൻ്റെ കാര്യത്തിന് 7-8 പ്രാവശ്യം 144 സങ്കീർത്തനം എനിക്ക് ദൈവം എടുത്തു തന്ന. അതുകൊണ്ട് ഈ 144 വായിക്കുമ്പം ഞാൻ എൻ്റെ മകൻ്റെ ജീവിതം വായിക്കുന്ന പോലെ എനിക്ക് തോന്നും. അതുപോലെ ഇതിൻ്റെ സൈഡിലെല്ലാം ഓരോ വർഷവും 2002 തന്ന്, 1997 തന്ന്, 2013 തന്നത്, 2023 തന്നത്, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ദൈവം ചെയ്ത്. ആ ദൈവം ഇന്നും എൻ്റെ കൂടെ ഇല്ലേ? ഉണ്ട്. ആ ഉറപ്പെനിക്ക് വരണം. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറച്ചു നിൽക്കണം. ഭർത്താവ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ എൻ്റെ പാറയാകുന്നു. എന്തിനാ ഒത്തിരി അർത്ഥം അറിയുന്ന ആ വചനം അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ പോരെ, കാണാതെ പഠിക്കണം. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന്, എന്തിനാ കുഞ്ഞുങ്ങൾക്ക് പ്രയാസം കൊടുക്കുന്നത്? യുദ്ധത്തിന് അവനെ കൈകളെയും പോരിന് വിരലുകളെ അഭ്യസിപ്പിക്കുകയാണ്. അവൻ പഠിച്ചു വരട്ടെന്ന്. അവൻ കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ അതിൽ കൂടെ അവൻ എന്തോ പഠിച്ചെടുക്കുകയാണ്. പഠിക്കേണ്ടത് അവൻ പഠിച്ചെടുക്കട്ടെ കർത്താവേ. നീ അവനെ പഠിപ്പിക്കുക കർത്താവേ. ജോസഫിനെ പഠിപ്പിച്ച പോലെ നീ പഠിപ്പിക്കുക. അവൻ എൻ്റെ ദയയാണ് കർത്താവ്. ഈ ദാവീദ് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ദൈവത്തിൻ്റെ ക്രോധമൊന്നുമല്ല, സ്നേഹമാണ്. അനുഭവിച്ച വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ ദയയാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ പരിചയമാണ്.
ഞാൻ ശരണമാക്കുന്ന എൻ്റെ ഇതെല്ലാം. അപ്പം നമ്മളിത് 18-ാം സങ്കീർത്തനം ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനെ എൻ്റെ പരിചയം എൻ്റെ ശരണമാക്കിയനും. 18-ൽ എങ്ങനെയാണ് പറയുന്നത്? ഇത് തന്നെ 18-നകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദാവീദ് പലപ്പോഴും നമ്മൾ ഈ ദാവീദിൻ്റെ ഈ സങ്കീർത്തനങ്ങൾ വായിക്കും, പലപ്പോഴും ഈ ദാവീദ് ദൈവത്തിൻ്റെ ഓരോ സ്വഭാവങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഈ ദാവീദ് യേശുവിൻ്റെ കൂടെ ഇരുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ തന്നെ ആയിരിക്കണം, ആത്മാവുമായിട്ട് അത്ര ബലമുണ്ട്, ദൈവം നിയോഗിച്ചയച്ച വ്യക്തി ആയിരിക്കണം. അതുപോലെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കും അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളും ആ പദവിയിലെത്തണം. പറഞ്ഞിട്ടില്ലേ, എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കണമെങ്കിൽ അത്രമാത്രം സ്നേഹം കിട്ടിയിട്ടല്ലേ, അല്ല എങ്ങനെ സ്നേഹിക്കുന്നത്? യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. മനോഹര. ഇതൊക്കെ 2 അഡ്ജക്റ്റീവെങ്കിലും നമുക്ക് പറയാനെത്തിയെങ്കിൽ, ദൈവമേ നീ എൻ്റെ കോട്ടയാണ്, എൻ്റെ ദയയാണ്, എൻ്റെ ഗോപുരമാണ്, എൻ്റെ രക്ഷയാണ്, എൻ്റെ പരിചയം. പിന്നെ ഒരു വാക്യമുണ്ട്, എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നു. ദാവീദിൻ്റെ സ്വന്തം ജനം ദാവീദിനെതിരായിരുന്നു, ശരിയല്ലേ? അബ്ശാലോം പോലും ദാവീദിനെതിരായിട്ട് കാണുന്നുണ്ട് നമ്മൾ വേദപുസ്തകത്തിൽ. തൻ്റെ സ്വന്തം ജനം ദൈവമക്കൾക്കെതിരായിട്ട് വരുമ്പോൾ ദാവീദ് പറയുന്നു, എൻ്റെ സ്വന്തം ജനത്തെ നീ എനിക്ക് കീഴാക്കി തന്നവൻ നീയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഭർത്താവിനെ ഭാര്യ മാനിക്കുന്നില്ല എങ്കിൽ ഭർത്താവിൻ്റെ തല ദൈവമായിട്ടിരിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഹെഡിങ്, അഡ്രസ്സ്. ഭർത്താവ് എപ്പോൾ ദൈവത്തെ മാനിക്കുമോ ഭാര്യയുടെ തല താഴും. ഒരു ദൈവത്തെ വിളിക്കുന്ന പുരുഷനെ ആ വീട്ടിലെ ഭാര്യ മാനിക്കാതിരിക്കാനൊക്കത്തില്ല. അത് നിർബന്ധം. ഉറക്കെ പറഞ്ഞോ പയ്യെ പറഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. ഗോഡ് ഹാസ് ടു ബി ദ സെൻറ്റർ ഓഫ് യുവർ ഫാമിലി. അന്നേരം ദൈവത്തിൻ്റെ ആ ഓർഡർ ശരിയാണ്. മേളിൽ ദൈവം, പിന്നെ ഭർത്താവ്, പിന്നെ ഭാര്യ, പിന്നെ മക്കൾ, പിന്നാണ് നമ്മുടെ പ്രാർത്ഥന, ഫാമിലി, പിന്നെ ബിസിനസ്. ഇങ്ങനെ ആ ഒരു സർക്കിൾ ഒരിക്കലും തെറ്റിക്കല്ല. അത് തെറ്റിയാൽ തെറ്റിപ്പോകും. യഹോവേ മനുഷ്യനെ നീ അതൊന്നും മനുഷ്യപുത്രന് പിന്നെ എല്ലാം ഈ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് അതൊന്നും വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അനുഗ്രഹത്തെക്കുറിച്ച് പറയാണ്. നമ്മൾ ഈ യുദ്ധം എല്ലാം കഴിയുമ്പോൾ ഒരു യുദ്ധത്തിലൊരു ജയമെടുക്കത്തില്ലേ, ആ ഭാഗം 12 തൊട്ട് വായിക്കുകയാണ്. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും, കണ്ട, ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കുന്നു. അരമനയുടെ മൂലത്തൂണേൽ നല്ല പടങ്ങൾ, അല്ലെങ്കിൽ പടങ്ങൾ അച്ചു വെച്ചിരിക്കുന്നത് പോലെ വരച്ചു വെച്ചിരിക്കുന്നതിന് മാറ്റമില്ല. അതെന്തൊരു ഭംഗിയല്ലേ കാണാൻ. ദാവീദിൻ്റെ കൊട്ടാരങ്ങൾക്കൊക്കെ അതുണ്ടായിരുന്നു, ശലോമോൻ്റെ കൊട്ടാരങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ. എപ്പോഴും ഈ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ, സ്ത്രീകൾ വീട്ടിനകത്താണ് കൂടുതൽ. യഹോവ ഭക്തനായ പുരുഷൻ ഭാഗ്യവാൻ, അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, അല്ലേ? ഇവിടെ നോക്കിയത്, ഒരു ബാല്യത്തിൽ പുറത്ത് നിൽക്കുന്നവരാണ് പുത്രന്മാർ, ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈ, അത് പുറത്തല്ലേ. പക്ഷെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂൺ, അതവരും ഓടി നടക്കുന്നില്ലല്ലേ, ഓടി നടക്കുന്നില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. യു ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. സ്ത്രീകളെ ഇങ്ങനെ പുരുഷന്മാരുടെ കൂട്ട് പുറത്ത് ഓടി നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദേ ഹാവ് ഗോട്ട് എ ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ബട്ട് ദീസ് ആർ ദ നേച്ചേഴ്സ് ക്രിയേഷൻ. അതിനൊരു ദൈവത്തിനൊരു പ്രാധാന്യമുണ്ട്. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുന്ന എന്തൊക്കെവണ്ണം നിറഞ്ഞിരിക്കട്ടെ. സി ദർ ഇസ് പ്രോസ്പെരിറ്റി ദർ. സമ്പത്ത് ദൈവം തരുന്നുണ്ട് ഇവിടെ. നമ്മുടെ കളപ്പുരകൾ വിവിധ ധാന്യം, ഒരു ധാന്യമല്ല, വിവിധ ധാന്യം തരുന്ന നൽകുവാൻ തക്കോണം നിറയട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000 10,000 വെറ്റുപെരട്ടെ. കാടുകൾ എന്ത് വേണം? കാളകൾ ചുമട് ചുമക്കട്ടെ. മതിൽ തകർക്കുന്ന പടയ്ക്ക് പുറപ്പെടുന്നു ഞങ്ങളുടെ വീതികളിൽ നിലവിളി. നമ്മുടെ വീടിനകത്ത് കൊലയും പിന്നെ കൊലപാതകവും ദുഷ്ടതയും മ്ലേച്ഛതയും നടക്കാതെ ഇരിക്കട്ടെ. അതാണ് പറയുന്നത് ഇവിടെ. അതൊക്കെയാണ്ട് വായിച്ചു നോക്കുക. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനം. നമ്മളെപ്പോഴും പാടും, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം. ഈ പാട്ട് ഇതിൻ്റേതാണ്. 144 വായിച്ചിട്ട് വേണം ഈ പാട്ട് പാടാൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയാണ്. ഇത്ര മനോഹരമായിട്ട് നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാട്ട് പാടാൻ ദാവീദിന് സാധിക്കുന്നു. ദൈവത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞങ്ങളും ആത്മാവിൽ അങ്ങനെ തന്നെ കണ്ടു. ഞങ്ങളുടെ ഇത്രയുള്ള കാലങ്ങളിൽ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെ താങ്ങി നടത്തിയ സ്നേഹം, ആ വലിയ സ്നേഹത്തിന് നന്ദി. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും നീ നടത്തുമെന്നുള്ളത് ഉറപ്പല്ലേ അപ്പച്ച? സംശയമില്ല.
അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ഭാരം എല്ലാം അറിഞ്ഞാൽ നെഞ്ചിനകത്തെ കല്ലുകളെല്ലാം ഇറക്കി നിലത്തോട്ട് എറിയപ്പച്ച ദൈവം കരുതുന്നു. പിന്നെ ഞങ്ങളെന്തിനേ കിടന്ന് വിഷമിക്കുന്നു? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാം തലമുറയോളം നിൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നൊരു ദൈവം. അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ശാശ്വത ഭുജം കൊണ്ട് ഞങ്ങളുടെ തലമുറകളെ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നീ ഒരിക്കലും പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. നീ വേലി കെട്ടിക്കഴിഞ്ഞിരിക്കുന്നതിന് നന്ദി പറഞ്ഞു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.